ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയുടെ വാക്കുകളും പാഠങ്ങളും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിന് ഒരു സവിശേഷതയുണ്ട്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിൻ്റെ തിരുഹിതം പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഭൂലോകത്തിൽ മനുഷ്യർ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് ദൈവമക്കളുടെ മധ്യേ കാണപ്പെടണം. പരലോകത്തിൽ നിറവേറുന്നതുപോലെ ഇഹലോകത്തിലും നിറവേറണം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ദൈവഹിതപ്രകാരമാണോ സംഭവിക്കുന്നത്? പൊതുവായി പറഞ്ഞാൽ കഷ്ടത തരുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ചിന്തിച്ച് പിന്മാറുന്നത് ദൈവത്തിൻ്റെ സ്നേഹ സ്വഭാവത്തിന് ഒട്ടും ചേർന്നതല്ല. കഠിന രോഗം, അത്യാപത്ത്, പെട്ടെന്നുള്ള മരണം എന്നിങ്ങനെ ദൈവ ഇഷ്ടപ്രകാരം സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ പ്രശ്നങ്ങൾ പലതാണ്. 3 ലക്ഷം രൂപയ്ക്ക് ഒരു കുതിര പോലെയുള്ള ബൈക്ക് വാങ്ങിക്കൊടുത്തിട്ട് ശരിയായ വണ്ണം ഓടിക്കാതെ അതിവേഗത്തിൽ നിയന്ത്രണം വിട്ട് ജീവൻ നഷ്ടപ്പെട്ടാൽ ദൈവേഷ്ടമാണെന്ന് പറയാൻ നമുക്കെങ്ങനെ കഴിയും? അത് ദൈവ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാകും? തൻ്റേതായ കുഴപ്പം സ്വയം വരുത്തി വച്ചത് ദൈവ ഇഷ്ടമാകുന്നത് എങ്ങനെ? കഠിന രോഗം, പകർച്ചവ്യാധി, ശരിയായ സംരക്ഷണം കിട്ടാതെ മരണപ്പെട്ടാൽ ദൈവ ഇഷ്ടം എന്ന് പറയാമോ? ഇത്തരത്തിലുള്ള കാരണങ്ങൾ മനുഷ്യൻ്റെ അശ്രദ്ധയും തെറ്റുമൂലമുണ്ടായാൽ ദൈവം ചെയ്തതാണെന്ന് പറയാമോ? ഇതൊക്കെ സംഭവിച്ചാൽ ചിലർ ദൈവത്തെ കുറ്റം പറയും, ചിലർ ദൈവം ഇല്ലെന്ന് പറയും. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവേഷ്ടം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നതാണ്. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴന്ന് പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? ഹല്ലേലൂയ. 13-ാം വാക്യത്തിൽ, അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 14-ാം വാക്യത്തിൽ, അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമില്ല. ഹല്ലേലൂയ. ഒരുത്തൻ പോലും നശിക്കുന്നത് പിതാവായ ദൈവത്തിന് ഇഷ്ടമില്ലാതായിരിക്കെ കഷ്ടത ദൈവേഷ്ടമെന്ന് നമുക്ക് എങ്ങനെ പറയാം? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളിൽ, ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ
ദുർനടപ്പ് വിട്ടൊഴിഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ശുദ്ധീകരണമാണ് ദൈവത്തിന് ഇഷ്ടം, ദുർനടപ്പല്ല. ദുർനടപ്പ് പാടില്ല. ഹല്ലേലൂയ. പിശാച് ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ ഭരിക്കരുത്. പിശാചിനെ നമ്മൾ ധരിക്കരുത്. ശരിയായ നിലയിൽ ദൈവവചനം പ്രസംഗിച്ച് പ്രബോധനം വഴി നേതൃത്വം കൊടുക്കുന്ന സഭകളുണ്ട്. സഭയിൽ ജനാധിപത്യ ഭരണമോ ഏകാധിപത്യ ഭരണമോ പാടില്ല. ഹല്ലേലൂയ. ദൈവാധിപത്യ ഭരണമാണ് ഉണ്ടാകേണ്ടത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും യേശുവിൻ്റെ രാജ്യം വരണമെങ്കിൽ പിശാചി പിടിച്ചവന്മാർ നടത്തുന്ന സഭയിൽ വിശ്വാസികൾ പോകരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെങ്കിൽ ഹല്ലേലൂയ ദൈവാദിത്യ ഭരണം നടത്തുന്ന ദൈവസഭകളെ പ്രോത്സാഹിപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. അല്ലാതെ പിശാചിനെ തോളിലേറ്റി എതിർപ്രാർത്ഥന നടത്തി യേശുവിൻ്റെ നാമത്തെ പുറമെ പറയുന്നവൻ്റെ കൂടെ പോയാൽ ദൈവരാജ്യം ഭൂമിയിൽ വരത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകത്തില്ല. ജനത്തെ സാത്താൻ ഭരിക്കും. ഇത് മനസ്സിലാക്കുന്ന വിശ്വാസി കുടുംബങ്ങൾ സാത്താൻ സഭ മാറി ദൈവാധിപത്യ ഭരണം നടത്തുന്ന സഭകളിലേക്ക് പോകും. ഇങ്ങനെ പോകുന്ന കുടുംബങ്ങളെ കള്ളപ്രവാചകൻ പിശാചിനെ അയച്ച് ഭയപ്പെടുത്തി നശിപ്പിച്ചും ഇപ്പോഴും നശിപ്പിച്ചും കൊണ്ടിരിക്കുന്നു. ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുന്നവർ, നാടക അഭിനയം നടത്തുന്നവർ കപടഭക്തിക്കാരാണ്. റോമാലേഖനം 14 അധ്യായം അതിൻ്റെ 17 വാക്യത്തിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കുന്ന സ്ഥിതിവിശേഷം യേശുവിൻ്റെ 2ാം വരവിൻ്റെ സഹസ്രാബ്ദ കാലത്തെ ഉണ്ടാകൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.